നമ്മൾ വീണ്ടും പാലക്കാട്ടേക്ക് പോവുകയാണ്. പാലക്കാട്ടെ RSS പ്രവർത്തകൻ ശ്രീനിവാസനെ കൊലപ്പെടുത്തിയ കേസിൽ അറസ്റ്റിലായവരുമായി തെളിവെടുപ്പ് നടക്കുകയാണ്. അവിടെ പ്രസാദ് ഉടുമ്പശ്ശേരിയുണ്ട്. അവിടെ പ്രസാദ്, അറസ്റ്റിലായ 2 പ്രതികളുമായുള്ള തെളിവെടുപ്പാണ് നടക്കുന്നത്. ഏത് സ്ഥലത്താണ് ഇപ്പോൾ പോലീസ് സംഘമുള്ളത്? വിവരങ്ങൾ എന്താണ്? രേണുക, ഇപ്പോൾ പോലീസ് സംഘമുള്ളത് ഇവിടെ ദാറുസലാം സെക്കൻഡറി മദ്രസ ശംഖുവാരത്തോട് ഇവിടെയാണ് ഉള്ളത്. അതിനകത്തേക്ക് പ്രതികളുമായി പോലീസ് തെളിവെടുപ്പിന് പോയിരിക്കുകയാണ്. ഈ കൊലപാതകം നടത്തിയതിന് ശേഷം അതിലെ ഒരു പ്രതി പ്രതിയുടെ മൊബൈൽ ഫോൺ സഹോദരൻ മുഹമ്മദ് ബിലാലിന് കൈമാറിയിരുന്നു. മുഹമ്മദ് ബിലാൽ ഈ ഫോൺ സൂക്ഷിച്ചു വച്ചിട്ടുള്ളത് ഇവിടുത്തെ ഈ മദ്രസയിലാണ്. ആ ഫോൺ കണ്ടെത്താൻ വേണ്ടിയാണ് ഇപ്പോൾ ഇങ്ങോട്ട് അന്വേഷണ സംഘം പ്രതികളുമായി അകത്തേക്ക് കയറിയിട്ടുള്ളത്. അതിനുശേഷം ഇവിടെ 2 വാഹനങ്ങളും ഇവിടെ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. ഒന്ന് ഒരു സ്കൂട്ടറാണ്, അതായത് പ്രതികളിൽ ഒരാൾ സഞ്ചരിച്ച സ്കൂട്ടറും ശംഖുവാരത്തോട് തന്നെയാണ് ഒളിപ്പിച്ചിട്ടുള്ളത്. മറ്റൊന്ന് ഒരു ഓട്ടോറിക്ഷയും കഴിഞ്ഞ പോലീസ് കണ്ടെത്തിയിരുന്നു. ഓട്ടോറിക്ഷയിൽ ആയുധം വടിവാൾ എത്തിച്ച് അക്രമികൾക്ക് എത്തിച്ചു നൽകിയത് ഈ ഓട്ടോറിക്ഷയിലായിരുന്നു. ഈ ഓട്ടോറിക്ഷ കൂടി ഇവിടെ നിന്നും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. അതും അന്വേഷണ സംഘം ഇപ്പോൾ ഇതിന് ശേഷം ഈ മൊബൈൽ ഫോൺ കണ്ടെത്തിയതിന് ശേഷം ഇവിടെ തെളിവെടുപ്പ് നടത്തും. എന്തായാലും തെളിവെടുപ്പ് 2 പ്രതികളുമായാണ് ഇപ്പോൾ തെളിവെടുപ്പ് നടക്കുന്നത്. ഒന്ന് മുഹമ്മദ് ബിലാലും മറ്റൊന്ന് റിയാസുദ്ദീനും. ഈ 2 പേരും ഗൂഢാലോചനയിൽ പങ്കാളികളായ ആളുകളാണ് എന്നുള്ളതാണ്. ഒന്ന് മുഖ്യപ്രതിയുടെ സഹോദരനാണ് മുഹമ്മദ് ബിലാൽ. മുഖ്യപ്രതി ഒളിവിലാണ്, അയാളെ കണ്ടെത്താനായിട്ടില്ല. പക്ഷേ അയാൾ ഇതിനുവേണ്ടി ഉപയോഗിച്ചിരുന്ന മൊബൈൽ ഫോൺ സൂക്ഷിച്ച് സഹോദരന് കൈമാറി ഒളിവിൽ പോവുകയായിരുന്നു. ആ ഫോണാണ് ഇവിടെ ദാറുസലാം സെക്കൻഡറി മദ്രസ ശംഖുവാരത്തോട് ഇവിടെ ഒളിപ്പിച്ചു വെച്ചിട്ടുള്ളത്. അത് എടുക്കാനുള്ള ശ്രമത്തിലാണ് ഇപ്പോൾ അന്വേഷണ സംഘം. ഇപ്പോൾ മദ്രസയ്ക്ക് ഉള്ളിലാണ് അന്വേഷണ സംഘം എന്ന് കരുതുന്നു. മാധ്യമങ്ങൾക്ക് അങ്ങോട്ടേക്ക് പ്രവേശനമുണ്ടോ? വാഹനങ്ങളും അവിടെ തന്നെയാണോ ഒളിപ്പിച്ചിട്ടുള്ളത്? രേണുക, വാഹനം ഒളിപ്പിച്ചിരിക്കുന്നത് ഇതിൻ്റെ മറുവശത്താണ്. ഇപ്പോൾ നമുക്ക് മാധ്യമങ്ങൾക്ക് പുറത്തു നിന്നാണ് നമ്മൾ നിൽക്കുന്നത്. അവിടെ പോലീസ് ഇതിനകത്ത് മദ്രസയ്ക്കകത്ത് പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതിന് സമീപത്തായി, അതായത് ഈ ശംഖുവാരത്തോട് കോളനിയിൽ തന്നെയാണ് 2 വാഹനങ്ങളും ഈ അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുള്ളത്. അവിടെയും പോലീസിന് തെളിവെടുപ്പ് നടത്തേണ്ടതുണ്ട്. ഇത് കഴിഞ്ഞ ശേഷം ഈ മൊബൈൽ ഫോൺ ഇവിടെ നിന്ന് കിട്ടിയതിന് ശേഷം അവിടേക്ക് 2 വാഹനം, ഒന്ന് ആയുധമെത്തിച്ച ഓട്ടോറിക്ഷയും അതോടൊപ്പം തന്നെ അക്രമികൾ സഞ്ചരിച്ചിട്ടുള്ള ബൈക്കുകളിലൊന്നും കണ്ടെത്തിയിരുന്നു. അവിടെയും തെളിവെടുപ്പ് നടത്തണം. അതിനുശേഷം പ്രതികൾ സഞ്ചരിച്ച ആദ്യം പ്രതികൾ ഗൂഢാലോചന നടത്തിയത് ഈ സുബൈർ കൊല്ലപ്പെട്ട അന്ന് രാത്രി പാലക്കാട് ജില്ലാ ആശുപത്രിയുടെ മോർച്ചറിക്ക് സമീപം അതിൻ്റെ പുറകുവശത്തായി ഒരു ഒഴിഞ്ഞ സ്ഥലമുണ്ട്. അവിടെ വെച്ചാണ് പ്രതികൾ ഗൂഢാലോചന നടത്തിയിട്ടുള്ളത്. അവിടെയും ഈ പ്രതികളെ എത്തിച്ച് തെളിവെടുപ്പ് നടത്തും. പിന്നീട് ഈ പ്രതികൾ സഞ്ചരിച്ച പാലക്കാട് നഗരത്തിലെ വിവിധ സ്ഥലങ്ങളുണ്ട്, അവർ കേന്ദ്രീകരിച്ച് നിന്ന സ്ഥലങ്ങളുണ്ട്. അവിടെയെല്ലാം തന്നെ തെളിവെടുപ്പ് നടത്തി ഒടുവിൽ മേലാമുറിയിലെ കൊലപാതകം നടന്ന സ്ഥലത്തേക്കും പ്രതികളെ എത്തിച്ച് തെളിവെടുപ്പ് നടത്തും. ശരി, പ്രസാദ് ഉടുമ്പശ്ശേരിയാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും ഈ കൊലപാതക സംഘത്തിൽ ഉൾപ്പെട്ട 2 പേരുമായുള്ള തെളിവെടുപ്പാണ് ഇപ്പോൾ നടക്കുന്നത്. വാഹനം, മൊബൈൽ ഫോൺ തുടങ്ങിയവ കണ്ടെത്തുന്നതിനായിട്ടുള്ള തെളിവെടുപ്പാണ് അവിടെ നടക്കുന്നത്.